ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് ISL ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുറേ പ്ലേയേഴ്സ് ടീമിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒട്ടുക. ഇതുപോലുള്ള ISL ഇന്ത്യൻ ഫുട്ബോൾ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നമുക്ക് നേരെ വിട്ടിട്ടെടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ KP ടീം വിട്ടു, ഒഡീഷയിൽ ചേർന്നു. ഒഡീഷയിൽ അദ്ദേഹം ആദ്യ മത്സരം കളിച്ചു. ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിനെതിരെയാണെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും ആദ്യ മത്സരം ചെന്നൈയിനെതിരെയായിരുന്നു. ചെന്നൈയിനെതിരെ നടന്ന മത്സരത്തിൽ ഫുൾ ടൈം മുഴുവൻ സമയവും അദ്ദേഹത്തിന് അവിടെ അവസരം ലഭിച്ചു, ആദ്യ മത്സരത്തിൽ തന്നെ എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ആ മത്സരത്തിൽ അദ്ദേഹത്തിന് 96-ാം മിനിറ്റിൽ ലാസ്റ്റ് ടൈമിലൊരു ബോൾ ലഭിക്കുകയാണ്. ഡിഗോ മൗറീഷ്യോയുടെ അസിസ്റ്റിലൂടെ ഒരു ബോൾ ലഭിക്കുകയും അത് അദ്ദേഹം ഒരു ബൈസിക്കിൾ കിടുകയും പോസ്റ്റിൽ കൊള്ളുകയും ഗോൾ കീപ്പറുടെ മേത്ത് കൊണ്ടുള്ളിൽ കയറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗോളോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഗോൾ കുറിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ആ ഗോള് ഒഡീഷ എന്ന് പറയുന്ന ടീമിന് അത്ര നിർണായകമായിരുന്നു. കാരണം ചെന്നൈ FC സ്റ്റേഡിയത്തിൽ ആ ഗോൾ വരുന്നതിന് മുമ്പ് ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം ആ ഗോളോടുകൂടി സമനില പിടിച്ച് ഒരു പോയിൻ്റ് സ്വന്തമാക്കിയെടുക്കാൻ ഒഡീഷയ്ക്ക് സാധിച്ചിരുന്നു. അത് രാഹുൽ KPയുടെ ഒറ്റ മിടുക്ക് കൊണ്ട് തന്നെയായിരുന്നു എന്ന് തന്നെ എടുത്ത് പറയണം. രാഹുൽ KPയെ നേരിട്ട് അടിച്ചിരുന്നെങ്കിൽ, ബൈസിക്കിൾ കിക്ക് എടുക്കാതെ അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് രാഹുൽ KPയുടെ പേരിൽ തന്നെ കുറിക്കപ്പെടാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങൾ ഇപ്പോൾ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് പരിക്കുമാറി ഇഷാൻ പണ്ഡിത ടീമിനോടൊപ്പം ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീസസ് നിംനസും സ്ട്രൈക്കറായിട്ടുള്ള താരവും ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അടുത്ത മത്സരം കളിക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ലോണിൽ വിട്ടിരുന്ന ബിജോയ് തിരികെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ടയും. അപ്പം ടീമിലേക്ക് പരിക്കുമാറിയും ലോണിൽ വിട്ടവരൊക്കെ പതിയെ ടീമിലേക്ക് തിരികെ എത്തുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് അത് ശുഭസൂചനയായി കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് റെഡ് കാർഡുകൾ കണ്ടിരുന്നു. അതിലൊന്ന് ഐബൻ ഡോഗ്ലിങ്ങിനായിരുന്നു. അത് ഡയറക്റ്റ് റെഡ് കാർഡായിരുന്നു. അത് ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ പോയിരുന്നു. ഈ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെഡ് കാർഡ് പിൻവലിക്കുകയും അടുത്ത മത്സരത്തിൽ ഐബൻ ഡോഗ്ലിംഗ് കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒഫീഷ്യലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വാർത്തകളാണുള്ളത്. അടുത്ത മത്സരത്തിൽ രാഹുൽ KPയുടെ ഒഡീഷയുമായി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുന്നതായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതിശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. മഞ്ഞപ്പട അതിശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നതെന്ന കാര്യം മഞ്ഞപ്പട ഒഫീഷ്യലായി ഏകദേശമൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ആരാധകർ ആഹ്വാനം ചെയ്യുന്നതൊക്കെ. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്.